നമ്മുടെ തലമുടിക്ക് ഏറ്റവും ഗുണമുള്ളതാണ് നമ്മുടെ ഈ ചെമ്പരത്തി, 5 ഇതളുള്ള ഈ ചെമ്പരത്തി കേട്ടോ. അപ്പോൾ ഇതൊന്ന് പറിച്ചുണക്കി വെച്ചാൽ നമുക്ക് എണ്ണ കാച്ചുക, അതോ പൊടിച്ച് താളിയായിട്ട് യൂസ് ചെയ്യുക, എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാം. അപ്പോൾ ഇത് വെറുതെ പോകുക. ഇതൊന്ന് ഞാൻ പറിച്ചെടുക്കുക കേട്ടോ. നല്ല വെയിലുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഉണക്കിയെടുക്കുകയും ചെയ്യും. ഇന്നലത്തെയൊക്കെ ഈ താഴെ ചാടി കിടക്കേണ്ടത്, ഇന്നലത്തെ ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഉണക്കാനൊക്കെ നമ്മുടെ മുടി തിക്കായിട്ട് വളരാനും നമ്മുടെ മുടിക്ക് നല്ല കറുപ്പുണ്ടാകാനും എല്ലാത്തിനും നല്ലതാട്ടോ ഈ 5 ഇതളുള്ള ഈ ചുമന്ന ചെമ്പരത്തിപ്പൂവ്. ഹെയർ ഫോൾ ഏറ്റവും കുറയ്ക്കുന്നതിന് ഏറ്റവും പ്രയോജനം ചെയ്യുന്നതാണ്. ഇന്ന് രാവിലെ കുറച്ച് പണിയിലാട്ടോ. ഞാൻ പറമ്പിൽ നിന്ന് ചെമ്പരത്തിപ്പൂ കുറേ നിൽക്കണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഉണക്കി പൊടിച്ച് വെച്ചാൽ, ഒന്നെങ്കിൽ നമുക്ക് ഉണക്കി എണ്ണ കാച്ചാം, അല്ലെങ്കിൽ പൊടിച്ച് വെച്ച താളിയായിട്ട് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ നല്ല വെയിലുണ്ട്, ഇഷ്ടംമാതിരി ചെമ്പരത്തിപ്പൂവുണ്ട്. അപ്പം ഞാൻ ആ പൂവൊക്കെ ഒന്ന് കിള്ളി പറിച്ച് ഇങ്ങനെ വെക്കും കേട്ടോ. നമുക്ക് ഇത്രയും നാച്ചുറലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എന്തിനാ ആർട്ടിഫിഷ്യലായ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി വെറുതെ നമ്മുടെ മുടിയുടെ ഹെൽത്തൊക്കെ കളയണത്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ നമ്മളതൊക്കെ സൂക്ഷിച്ച് ഉണക്കിയെടുത്ത് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. നമ്മുടെ മുടിക്ക് കറുപ്പും നല്ല തിക്നെസ്സൊക്കെ തരാനൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂ, ഈ 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചെമ്പരത്തിപ്പൂ തന്നെ എണ്ണ കാച്ചാം, അതുപോലെ തന്നെ നന്നായിട്ട് ഈ പൂ തന്നെ താളിയായിട്ട് അരച്ച് തേക്കാം. പിന്നെ നമുക്ക് കരിയാപ്പല, ഉള്ളി, അങ്ങനെയുള്ള മൈലാഞ്ചി, പിന്നെ എന്താ നമ്മുടെ കയ്യുണ്ണിയം, അതിൻ്റെയൊക്കെ കൂടെ എണ്ണ കാച്ചാനും ഇത് നല്ല കേട്ടോ. ഇത് തന്നെ യൂസ് ചെയ്താലും നന്നായിട്ട് മുടി നന്നായിട്ട് കറുത്ത് വരും കേട്ടോ. അതുപോലെ തന്നെ നന്നായിട്ട് ഉള്ളും കിട്ടും. അപ്പം ഞാനിതൊന്ന്, നല്ല വെയിലുണ്ടല്ലോ, അപ്പോൾ രാവിലെ തന്നെ അങ്ങ് പറിച്ച് വെക്കുവാണെങ്കിൽ 2 ദിവസം കൊണ്ട് ഇത് ഉണങ്ങി കിട്ടിക്കോളും. ആരാ പോലും അവിടെ നിന്ന് വിളിക്കണേ, അമ്മ പുറത്താ. അപ്പോൾ പൊന്നുവിനെ കാണാണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പൊന്നു വന്നാൽ ഇതൊക്കെ നിലത്ത് വാരി തൂളിയിടും. ഇങ്ങ് വാ, അമ്മ പുറത്താടാ. വാതിൽ തുറക്കണോ? തുറക്കാം. നമ്മുടെ കുഞ്ഞാവയും കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതും കൊണ്ട് വേണമെങ്കിൽ ജെല്ലായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇതിങ്ങനെ ചെമ്പരത്തിപ്പൂ, 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂ എടുത്തിട്ട് അതിലല്പമൊക്കെ വെള്ളമൊക്കെ ചേർത്തിട്ട് അത് നന്നായിട്ട് അതിൻ്റെ സത്ത് നന്നായിട്ട് ഇറങ്ങണം. എന്നിട്ട് നമുക്ക് ഇച്ചിരി ഇത് ഞാനിങ്ങനെ പേപ്പറയിലെടുത്ത് വെച്ചിട്ടുണ്ട്. പൊന്നൂസ് വന്ന് കയ്യിലുണ്ട്. പൊന്നൂസ് അനങ്ങാതിരിക്കുക. പേപ്പർ പറന്നു കൊണ്ട് 2 കല്ലൊക്കെ കയറ്റി വയ്ക്കാം. അപ്പോൾ ഇത് 2-3 ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി പൊടിച്ചെടുക്കാം കേട്ടോ. നമുക്കിതിൻ്റെ ജെല്ലുണ്ടാക്കി, ഞാൻ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, നമുക്ക് ജെല്ലാക്കി എടുക്കാം. ഇതിൻ്റെ നീര് നന്നായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ സത്ത് മൊത്തം കിട്ടും. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല വയലറ്റ് കളറിൽ കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ പേര് ഞാൻ ഓർക്കണില്ല, അത് ഉപയോഗിച്ച് അതും കൂടെ ജസ്റ്റ് ചേർത്താൽ ഇത് നന്നായിട്ട് അങ്ങ് കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യണേ നല്ല കേട്ടോ. പിന്നെ ചെമ്പരത്തി എന്ന് പറയുന്നത് സ്കിന്നിന് നല്ല, മുടിക്ക് നല്ല. ഇതെന്നതാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. നമ്മുടെ ആര്യവേപ്പിലയാണ്. ഞാനപ്പോൾ ഇത്തിരി കിട്ടിയപ്പോൾ ഇത്തിരി ഉണക്കി വെച്ചും ബാക്കിയുള്ളത് കുറച്ച് പച്ചയായിട്ട് കൊണ്ട് നമുക്കങ്ങനെ യൂസ് ചെയ്യാം. ഇതെന്ന് വെച്ചാൽ ഒത്തിരി ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് നമ്മുടെ ആര്യവേപ്പില എന്ന് പറയുന്നത്. അതെല്ലായിടത്തും അങ്ങനെ ഉണ്ടാവുകയില്ല. അത്രയ്ക്ക് സൂക്ഷിച്ചും പറക്കിയൊക്കെ ഉപയോഗിച്ചാലാണത് അതിൻ്റെ ചെടി ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഇത്തിരി ഉണക്കി വയ്ക്കും. നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലത് ഇത് തേച്ചൊന്ന് മുടിയൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുക. തലയിൽ പേനോ താരനോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. മുടി നന്നായിട്ട് തഴച്ചു വരും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ഡിസീസസിന് ഏറ്റവും നല്ലതാണ്. നമ്മുടെ കണ്ടോ, ഇത് അവിടെ കൊണ്ടുപോയി വെച്ചപ്പോൾ ചെള്ള് കയറിയിരിക്കണം കണ്ടോ. നമ്മുടെ പുറത്ത് വന്ന് ഇത് പുറത്ത് വെച്ചേക്ക് പറഞ്ഞു ഞാൻ. അപ്പോൾ ആ ചെള്ള് ഒരെണ്ണം ഉണ്ടല്ലോ, അത് വെയിൽ കൊള്ളുമ്പോൾ ഇറങ്ങി പൊക്കോളും. അപ്പം ഞാൻ കുറച്ചത് പച്ചയായിട്ട് തന്നെ
ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഇട്ട് വെച്ചാൽ അത് അങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇച്ചിരി ഉണക്കി പൊടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് താളിയുടെ കൂടെയൊക്കെ പിന്നെ തലയിൽ തേക്കാം കേട്ടോ. നല്ലത് നമ്മുടെ സ്കിന്നിന്, നമ്മുടെ തലയിലെ എന്തെങ്കിലും ചർമ്മ രോഗങ്ങൾക്ക്, അതുപോലെ തന്നെ ചൊറിച്ചിൽ, ഇച്ചിങ്സ്, ഇറിറ്റേഷൻസ് അങ്ങനെയുള്ള എല്ലാ ഇതിനും നമ്മുടെ ഈ ഇത് ഏറ്റവും നല്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡിസീസസിന് ഒക്കെ ഇതിൻ്റെ ഇത് നീര് തേക്കണതും ഒക്കെ ഏറ്റവും നല്ല കേട്ടോ. മുടിക്ക് അതുപോലെ തന്നെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനെയൊന്നും നമ്മുടെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ അതൊന്നും നമ്മൾ അവോയ്ഡ് ചെയ്യരുത്. എല്ലാം ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒത്തിരി ഗുണം ചെയ്യും. ചെമ്പരത്തി ആര്യവേപ്പിലയും ഉണക്കാൻ വേണ്ടി വെയിലത്ത് വെച്ചിട്ടുണ്ട്. ആര്യവേപ്പില ഉണങ്ങിക്കിട്ടാൻ ഇത്തിരി ദിവസങ്ങൾ വേണ്ടി വരും കേട്ടോ. നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ് വരണ്ടേ, അല്ലെങ്കിൽ അത് പൂത്ത് പോകും കേട്ടോ.